കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺസിനുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഇത്. നിലവിൽ മറ്റ് പെൻഷനുകൾ ഒന്നും ലഭിക്കാത്തവർക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത്. അപേക്ഷിക്കാൻ നിലവിൽ അവസാന തീയതി പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ ആനുകൂല്യം ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. വൈകുന്തോറും വെരിഫിക്കേഷൻ നടപടികളും പെൻഷൻ ലഭിക്കുന്നതും വൈകാൻ സാധ്യതയുണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ 35 വയസ്സ് പൂർത്തിയായവർക്കും 60 വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാം. കുടുംബം മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകളായിരിക്കണം. അതുപോലെ തന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല. ഇതിന് അപേക്ഷിക്കുന്നവർ സർക്കാർ സർവീസ് പെൻഷൻ ലഭിക്കുന്നവരോ വലിയ വരുമാനമുള്ളവരോ ആകരുത്. ഈ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായാണ് സ്വീകരിക്കുന്നത്. കെ-സ്മാർട്ട് പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിലേതെങ്കിലും ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടറിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പും IFSC കോഡും. സത്യപ്രസ്താവന ആവശ്യമാണ്. നിലവിൽ മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളോ ക്ഷേമനിധി പെൻഷനുകളോ ലഭിക്കുന്നില്ലെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രസ്താവനയും ആവശ്യമാണ്. സ്വന്തമായി ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇനി അറിയാനുള്ളത് ഈ പെൻഷൻ തുക എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളതാണ്. അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അർഹരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ലിസ്റ്റ് അംഗീകരിച്ചാലുടൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് എത്തും. നിലവിൽ 2025 ഡിസംബറിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനാൽ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളോടെ ആദ്യഘട്ട വിതരണം ഉണ്ടാകാം. ഇതിൻ്റെ കൃത്യമായ തീയതി സർക്കാർ പിന്നീട് അറിയിക്കും. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകുന്ന ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.